രാവിലെ ആകുമ്പോൾ ഞാനും അമ്മയും കൂടിയിട്ട് ഞാൻ കിടക്കുന്ന റൂം ക്ലീൻ ചെയ്യാട്ടോ. എൻ്റെ ഈ ഡ്രസ്സ് ഇരിക്കുന്നുണ്ട്, നിങ്ങളൊന്നും വിചാരിക്കരുത്. ഇവിടെ ഡ്രസ്സ് വെക്കാൻ വേറെ സ്പേസ് ഇല്ല. അപ്പം അമ്മ കണ്ണി കണ്ട അട്ടപ്പെട്ടിയിലൊക്കെ ആയിട്ടപ്പോൾ എൻ്റെ ഡ്രസ്സൊക്കെ മടക്കി വെക്കണത്. 4 അലമാരി വീട്ടിലുണ്ട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല കേട്ടോ, എല്ലാതും ഫുള്ളാണ് കേട്ടോ. പൊടിയുടെ അലർജി ഉള്ളതുകൊണ്ട് എൻ്റെ അമ്മ എന്നോട് പുറത്തേക്ക് ഇറങ്ങാൻ പറയുന്നുണ്ട് കേട്ടോ. പക്ഷെ ഞാൻ ജനല ക്ലീൻ ചെയ്യാൻ പറഞ്ഞിട്ട് ഞാനത് പതുക്കെ ഇരുന്ന് ക്ലീൻ ചെയ്യാൻ കേട്ടോ. ഇതിപ്പോൾ ഇങ്ങനെ ആയതുകൊണ്ട് കേട്ടോ, അല്ലെങ്കിൽ പറയും തുമ്മിയാലും വേണ്ടില്ല മാസ്ക് ഇട്ട് പതുക്കെ വീട്ടിലെ പണികളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ അച്ഛൻ പോർക്ക് കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ നന്നാക്കാൻ പറഞ്ഞു കേട്ടോ. അങ്ങനെ എൻ്റെ ക്ലീനിങ് കഴിഞ്ഞപ്പോൾ ഞാൻ നേരെ ഈ പരിപാടിയിലേക്ക് കിടന്നു കേട്ടോ. പിന്നെ ഒന്നും പറയണ്ട കേട്ടോ, ഔട്ട് കഴിഞ്ഞ് വന്നേല് പിന്നെ ഞാൻ സൈഡാണ് കേട്ടോ. നിനക്കൊരു കുഴപ്പമില്ലല്ലോ, നീ ഉഷാറാണല്ലോ എന്നുള്ള കുറച്ച് സ്നേഹ സംഭാഷണം കേട്ടതാ. അതോടെ ഞാൻ സൈഡായിട്ട് ഇല്ലാത്ത ഛർദി, ലൂസ് മോഷൻ, മേലും കൈയും കുഴച്ചിലായിട്ട് ഞാൻ ഫുള്ള് കിടപ്പായിരുന്നു കേട്ടോ. അതാണ് 2 ദിവസം ഒന്നും വീഡിയോ ഇടാനൊന്നും എനിക്ക് പറ്റാതിരുന്നിട്ടോ. അല്ലെങ്കിൽ മേദിയെ പോയത് എനിക്ക് കിട്ടുന്നതാണ് കേട്ടോ എന്റെ അമ്മ പറയാറ് ചെറുപ്പം തൊട്ടേ. അമ്മ ഇത് അച്ചാറുണ്ടാക്കാൻ വേണ്ടിയിട്ട് മാങ്ങ അരിയാണ് കേട്ടോ. അതിന്റെ ഇടയിൽ എനിക്ക് തീരെ വയ്യാതെയായപ്പോൾ ഞാൻ പോയി കിടന്നു. പിന്നെ ഫുഡൊക്കെ കഴിച്ചു. അതിന്റെ വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ. അത് കഴിഞ്ഞിട്ട് കുളിയൊക്കെ കഴിഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു വല്യമ്മയുടെ വീട് വരെ പോയിട്ട് വരാം, ഇവിടെ ഇങ്ങനെ കുത്തിയിരിക്കുമ്പോഴാണ് എനിക്കില്ലാത്ത പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവണേന്ന്. അങ്ങനെ അമ്മയുടെ കൂടെ ഞാനും ഇറങ്ങിട്ടോ. അങ്ങനെ വല്യമ്മയുടെ വീട്ടിലിത് ഈ മാസം അവസാനം ചേട്ടന്റെ കല്യാണമാണ്. അപ്പൊ അതിന്റെ പ്രിപ്പറേഷനിലാണ് എല്ലാവരും. അപ്പൊ വീട്ടിലിരിക്കാച്ച ഞാൻ അങ്ങനെ ചടഞ്ഞു കൂത്തിയിരിക്കും. ഇവിടെ വന്നു വെച്ചാൽ കുറച്ചും കൂടി ആക്റ്റീവായിട്ട് എല്ലാവരുടെ അടുത്തും സംസാരിച്ചിരിക്കാനോ വിചാരിച്ചിട്ട് ഞാൻ ഇങ്ങോട്ട് പോകുന്നു കേട്ടോ. അങ്ങനെ വന്ന പാടെ അമ്മയും എല്ലാവരും ഇവിടെ ഓരോ പണികളിലാണ് കേട്ടോ. മേമ, വല്യമ്മ, അതുപോലെ തന്നെ അച്ഛമ്മമാര് എല്ലാവരും ഉണ്ട്. ഇത് എന്റെ ചേട്ടന്റെ കുട്ടിയാണ് കേട്ടോ. ഇവനെ കളിപ്പിച്ചിരിക്കാനുണ്ടോ. പിന്നെ ഇവിടെ എല്ലാവരും അച്ചപ്പം ഉണ്ടാക്കേണ്ട പരിപാടിയിലാണ്. അപ്പൊ കുറച്ച് കഴിയുമ്പോഴേക്കും നമ്മുടെ ആദ്യം ഇതേ മാക്സ് ഒക്കെ ഇട്ട് വന്നിട്ടുണ്ട്. അച്ചപ്പം ഉണ്ടാക്കേണ്ട മാവൊക്കെ ഇവര് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഞാനും ആദ്യം ഇതേ വർത്താനൊക്കെ പറഞ്ഞിട്ട് ഇവിടെ അങ്ങനെ ഇരിക്കാറുണ്ടോ. പിന്നെ നമ്മുടെ കുഞ്ഞിച്ചക്കനും എൻ്റെ കയ്യിലുണ്ട്. ഇവനെ പിന്നെ ഞാൻ നിലത്ത് വെച്ചിട്ടില്ല കേട്ടോ. ഇവ എൻ്റെ അടുത്ത് സെറ്റായി. അല്ലെങ്കിലും കുഞ്ഞു ഉണ്ണിയോളെ മയക്കെടുക്കാൻ എനിക്ക് പ്രത്യേക കഴിവാണ്. എൻ്റെ അടുത്ത് പെട്ടെന്ന് സെറ്റാവും. അങ്ങനെ അമ്മയും അവൻ്റെ അടുത്ത് കളിപ്പിക്കാനുണ്ടോ. പിന്നെ മേമന്മാരെല്ലാവരും ഉണ്ട്. പിന്നെ ഇവിടുത്തെ മെയിൻ പൂവനല്ലേ, അപ്പോൾ ഇവൻ്റെ ചുറ്റിലാണ് എല്ലാവരും. അങ്ങനെ അവനെ കളിപ്പിച്ച് കുറച്ച് നേരം ഇങ്ങനെ നിന്നു. പിന്നെ അതും ഞാനും കൂടിയിട്ട് വെറുതെ ഇങ്ങനെ ഇവിടെ ഇരിക്കാൻ കേട്ടോ. അതേ അപ്പുറത്ത് നമ്മുടെ എണ്ണ ചൂടാവാൻ വേണ്ടിയിട്ട് ഉരുളിയിൽ ഒഴിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അമ്മയും മീനേച്ചും കൂടിയിട്ട് അച്ചപ്പം ഉണ്ടാക്കാറുണ്ടോ. അതിൻ്റെ ഇടയിൽ ഫസ്റ്റ് ഉണ്ടാക്കിയതൊക്കെ കുറച്ചൊക്കെ എന്തോ ഒരു ഷേപ്പ് കിട്ടായികയോ എന്തൊക്കെയോ അച്ഛനെ എന്തോ പ്രശ്നമായിട്ട് ഒട്ടിപ്പിടിച്ച് നിൽക്കുക അങ്ങനെയൊക്കെ കേട്ടോ. പിന്നത്തൊക്കെ ഏതാണ്ട് റെഡിയായി. പിന്നെ അത് പോയിട്ട് ബീനേച്ചർ വീട്ടിൽ നിന്ന് അച്ചപ്പം ഉണ്ടാക്കണം അച്ചൊക്കെ എടുത്തു വന്നു കേട്ടോ. അവർ പിന്നെ ഇപ്പോൾ ഈ പെരുന്നാളിന് അടുത്തുണ്ടാക്കിയിട്ട് നമ്മുടെ ഈ അച്ചൊക്കെ നന്നായി മയങ്ങിയിട്ടാണ് നിൽക്കുന്നത്. അപ്പം നല്ല സ്മൂത്തായിട്ട് പോരും കേട്ടോ. അങ്ങനെ ഞാനും കുഞ്ഞിച്ചക്കനും കൂടിയിട്ട് വെറുതെ സെൽഫി ഒക്കെ എടുത്ത് നിൽക്കുകയായിരുന്നു കേട്ടോ. അതിൻ്റെ ഇടയിൽ ഇവൻ എനിക്ക് നല്ലൊരു പണി തന്നിട്ടുണ്ടായിരുന്നു. എൻ്റെ മേത്തൊക്കെ മൂത്രമൊഴിച്ച് തന്നു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ആദ്യം ഇത് ഉണ്ടാക്കണതൊക്കെ ഇങ്ങനെ വേറെ പാത്രത്തേക്കാക്കി എടുത്ത് വെക്കുന്നുണ്ട്. പിന്നെ എനിക്ക് വലിയമ്മ ചായ ഉണ്ടാക്കി തന്നു കേട്ടോ. അങ്ങനെ ചായയൊക്കെ കുടിച്ചു. അങ്ങനെ ഞാൻ അടുത്തെടുത്ത് ലാസ്റ്റ് ഇവൻ നല്ല ഉറക്കായിട്ടോ. ഇവൻ അച്ഛൻ എൻ്റെ വയറും ഇരുന്ന് സുഖമായിട്ട് ഉറങ്ങാൻ പറ്റുന്നുണ്ട്. പിന്നെ ഞാൻ ഈശ്വര അടുത്ത് കൊണ്ടുകൊടുത്ത് അങ്ങനെ ഉണ്ണീനെ അവിടെ കെടുത്തിട്ടോ. പിന്നെ ഇതെല്ലാവരും കൂടി വർത്താനൊക്കെ പറഞ്ഞ് അച്ചപ്പൊക്കെ ഉണ്ടാക്കിയിരിക്കാണ്ടോ. അതിൻ്റെ ഇടയിൽ മേമത് എപ്പോൾ വരാമെന്ന് പറഞ്ഞ് പോയ ആളാണ്. പിന്നെ ഇത് പഴംപൊരിയൊക്കെ ഉണ്ടാക്കിയിട്ടേക്ക് കൊടുന്നു കേട്ടോ. അങ്ങനെ ഞാനിരുന്ന് പഴംപൊരിയൊക്കെ കഴിക്കായിരുന്നു. അപ്പോഴേക്കും നമ്മുടെ വീട്ടിൽ അച്ഛൻ വന്നിട്ടുണ്ടായി. അപ്പം അച്ഛൻ വന്നു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇത് വേഗം വീട്ടിൽ പോയി. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ബൈ.